ഒരു വിവാഹം പ്ലാൻ ചെയ്യുന്നത് ദിവസങ്ങളോളം നീളുന്ന ഒരു എഫേർട്ടാണ്. വിവാഹ തീയതിയും അതിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ആഘോഷങ്ങളുമെല്ലാം ദിവസങ്ങളോളം ചർച്ച നടത്തിയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ വിവാഹത്തെ പോലെ തന്നെ ഹണിമൂണിനും ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് പുതുതലമുറ. വിവാഹ ദിനത്തിന് മുൻപേ തന്നെ ഹണിമൂൺ ആഘോഷിക്കേണ്ട ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തി തീരുമാനിക്കുന്നവരാണ് മിക്കവരും. മധുവിധു ആഘോഷിക്കാനായി സ്വദേശത്തും വിദേശത്തും നിരവധി ഇടങ്ങളുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്പോട്ടുകൾ ഇതിനായി തെരഞ്ഞെടുക്കുന്നവർ കുറവല്ല. മലയാളികളടക്കം നിരവധി പേരാണ് ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഇത്തരം ഡെസ്റ്റിനേഷനുകൾ തേടുന്നത്. എന്നാൽ ഇനി ഹണിമൂൺ സ്പോട്ടുകൾ തേടി അലയാൻ വരട്ടെ. മറ്റെവിടെയും പോകാതെ കേരളത്തിൽ തന്നെ ഹണിമൂൺ അടിപൊളിയാക്കാനുള്ള ഇടങ്ങളുണ്ട്. കോടമഞ്ഞും തണുപ്പും ഇഷ്ടപ്പെടുന്നവർക്കും ഹൗസ് ബോട്ടിൽ മധുവിധു ആഘോഷിക്കാൻ താല്പര്യമുള്ളവർക്കും കൊടുങ്കാറ്റിൽ ടെന്റ് കെട്ടിയും ട്രീ ഹൗസിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്കും തിരയും തീരവും ആസ്വദിക്കുന്നവർക്കും പറ്റിയിടങ്ങൾ. കേരളത്തിലെ ഏതാനും കിടിലൻ ഹണിമൂൺ സ്പോട്ടുകൾ പരിചയപ്പെടാം. കേരളത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടവിടമാണ് ഇടുക്കിയിലെ മൂന്നാർ. കോടമഞ്ഞിന്റെ കുളിരും സൗന്ദര്യം തുളുമ്പുന്ന പ്രകൃതി മനോഹാരിതയുമാണ് മൂന്നാറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വധൂവരന്മാർ അധികവും ഹണിമൂണിനെത്തുന്ന സ്പോട്ടുമാണിത്. മഴക്കാലം മാറി മഞ്ഞുകാലം എത്തുന്നതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കും. കോടമഞ്ഞിനിടയിലെ തേയിലത്തോട്ടങ്ങൾ സന്ദർശകരെ ഏറെ ആകർഷിക്കും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ. ഇവിടുത്തെ ടോപ്പ് സ്റ്റേഷനും മാട്ടുപ്പെട്ടി ഡാമുമെല്ലാം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടായ ഇരവികുളം കാണാൻ ആയിരങ്ങളാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുക. മൂന്നാറിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണിത്. മൂന്നാർ അല്ലെങ്കിൽ പിന്നെ വയനാട്. ഹണിമൂണിനായി ദമ്പതികൾ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ സ്പോട്ട്. ഏത് സമയത്തും യാത്ര ചെയ്യാനും കഴിയുന്ന ഇടമാണ് വയനാട്. എന്നാൽ മഞ്ഞുകാലത്താണ് വയനാട് ഏറെ സുന്ദരിയാകുക. ഇക്കാലത്ത് തേയിലത്തോട്ടങ്ങളും തടാകങ്ങളുമെല്ലാം കോട പുതയ്ക്കും. കുളിരേറ്റ് താമരശ്ശേരി ചുരം കയറുമ്പോൾ തന്നെ ആ ട്രിപ്പിന്റെ വൈബ് അറിയാനാകും. ചുരം കയറി മുകളിലെത്തിയാൽ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും സുന്ദര കാഴ്ചകൾ മാത്രം. പടികളേറെ ചവിട്ടിക്കയറിയാൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹ, കാടും പാറക്കെട്ടുകളും താണ്ടിയാൽ കാണാനാകുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം, ബോട്ട് സവാരി നടത്താനും പെഡൽ ബോട്ടിംഗ് സഞ്ചരിക്കാനും കഴിയുന്ന പൂക്കോട് തടാകം, പഴശ്ശിരാജ സിനിമയ്ക്ക് വേദിയൊരുങ്ങിയ കുറുവാ ദ്വീപ് എന്നിവയെല്ലാം മുഖ്യ ആകർഷണമാണ്. കുറുവാ ദ്വീപിലെത്തിയാൽ പിന്നെ ചങ്ങാടത്തിലും സഞ്ചരിക്കാം. അത് തീർത്തും നല്ലൊരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. മധുവിധു ആഘോഷിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ മുൻനിരയിലാണ് ആലപ്പുഴ. കായൽ പരപ്പിലൂടെയുള്ള യാത്രകൾ ആസ്വദിച്ച് ഹൗസ് ബോട്ടിൽ കഴിയാം. കരിമീനും കായലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളും കറി വെച്ചും പൊള്ളിച്ചും കഴിക്കാം. പാട്ടുപാടിയും നൃത്തമാടിയും ബോട്ടിൽ കഴിയാം. രാത്രിയിൽ കായലിന്റെ ഓളങ്ങൾ തഴുകുന്ന ബോട്ടിൽ രാപ്പാർക്കാം. വേമ്പനാട് കായലിലൂടെ വള്ളത്തിലോ ഹൗസ് ബോട്ടിലോ കറങ്ങുമ്പോഴാണ് ആലപ്പുഴയുടെ മുഴുവൻ ഭംഗിയും നുകരാനാകുക. ആലപ്പുഴ ബീച്ച്, കുമരകം പക്ഷി സങ്കേതം, മാരാരി ബീച്ച്, പുന്നമടക്കായൽ എന്നിവിടങ്ങളും സന്ദർശിക്കാം. പക്ഷി സങ്കേതം സന്ദർശിച്ചാൽ ഇന്നുവരെയും കാണാത്ത ദേശാടന പക്ഷികളെ അവിടെ കാണാം. പാതിര മണൽ ദ്വീപ്, കുമരകം വില്ലേജ്, നെൽവയലുകൾ എന്നിവയും കുമരകത്തെ വിസ്മയ കാഴ്ചകളാണ്. ഹിൽ സ്റ്റേഷനുകളും പച്ചപ്പും ഹരിതാപവും മാത്രമല്ല മധുവിധു ആഘോഷിക്കാനായി ദമ്പതികൾ തിരഞ്ഞെടുക്കാറുള്ളത്. ഇതിനായി സെലക്ട് ചെയ്യുന്ന നിരവധി ബീച്ചുകളുമുണ്ട്. ദൈവത്തിന് സ്വന്തം നാടായ കൊച്ചു കേരളത്തിൽ തലസ്ഥാനത്തെ കോവളം ബീച്ചാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. നിരവധി വിദേശികളടക്കം അവധിക്കാലം ആസ്വദിക്കാൻ എത്തുന്ന ഒരു സ്പോട്ടാണ് കോവളം. കടലിന് അഭിമുഖമായുള്ള നിരവധി താമസ സൗകര്യങ്ങളാണ് ബീച്ചിലെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല കടൽ വിഭവങ്ങൾ മതിയാവോളം ആസ്വദിക്കാനും നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളാണ് ലൈറ്റ് ഹൗസും വിഴിഞ്ഞം തുറമുഖവും. കോവളം പോലെ തന്നെ എറണാകുളത്തെ പ്രധാന ബീച്ചാണ് ചെറായി. വൈപ്പിൻ ദ്വീപുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടം ദിവസവും നിരവധി പേരാണ് എത്തുന്നത്. ബീച്ചിനോട് ചേർന്നുള്ള റിസോർട്ടുകളിൽ കഴിയുന്നതും നല്ലൊരു അനുഭവമായിരിക്കും. കടൽ തീരങ്ങളിലെ കാഴ്ചകൾ കണ്ട് കടൽ കാറ്റേറ്റ് അന്തി ഉറങ്ങാം. കേരളത്തിന് പുറത്തു നിന്നും നിരവധി ദമ്പതികളാണ് മധുവിധു ആഘോഷിക്കാൻ ചെറായിലെത്തുന്നത്.